പീഡനക്കേസിലെ പ്രതി 25 വർഷത്തിന് ശേഷം പോലീസിന്റെ പിടിയിൽ. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് മലപ്പുറം എടക്കര പോലീസിന്റെ പിടിയിലായത്. 1999 ഓഗസ്റ്റിലും ഡിസംബറിലുമാണ് കേസിനാസ്പദമായി സംഭവം നടന്നത്. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, ഇത്രയും നാൾ പോലീസിനെ വെട്ടിച്ച് കഴിയുകയായിരുന്നു ഇയാൾ. എങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു ഒടുവിൽ? ശിവദാസിലേക്ക് വരാം. നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് പ്രതി. പീഡന കേസിലെ പ്രതിയാണ്. രണ്ട് തവണയായാണ് ഈ പീഡനം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 25 വർഷം ഇപ്പോൾ കഴിഞ്ഞു. അതിനുശേഷമാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് ഇയാൾ. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം എടക്കര പോലീസിന്റെ പിടിയിൽ. ഈ സംഭവം നടന്നത്, ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് 1999 ഓഗസ്റ്റിലും ഡിസംബറിലുമായാണ് അന്ന് ഈ സംഭവം ഉണ്ടായത്. ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. എങ്ങനെ 25 വർഷത്തിന് ശേഷം ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു? ഈ 25 വർഷം ഇയാൾ എവിടെ താമസിക്കുകയായിരുന്നു? എന്തുകൊണ്ട് പോലീസിൻ്റെ കൺമുന്നിലേക്ക് വരാൻ കഴിഞ്ഞില്ല, പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യങ്ങളൊക്കെയും അവശേഷിക്കുകയാണ്. ശിവദാസിലേക്ക് വന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്ന് കരുതുന്നു. കാരണം മലപ്പുറത്ത് നിന്നാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ശിവദാസ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എങ്ങനെ ഒടുവിൽ 25 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു? വീണ, 1999 ഈ സംഭവം ഉണ്ടായത്. അതായത് മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന യുവതിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലും ഇയാൾക്കെതിരെ കേസുണ്ട്. എടക്കര പോലീസാണ് കേസെടുത്തിരുന്നത്. അന്ന് മുതൽ തന്നെ ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഇപ്പോൾ കാസർഗോഡ് അടുത്തുള്ള സ്ഥലത്ത് വെച്ച്, അതായത് കർണാടക അതിർത്തി ബോർഡറിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ആറ്റിങ്ങൽ സ്വദേശിയായ രാജുവാണ് ഈ സംഭവത്തിൽ പിടിയിലായത്. കഴിഞ്ഞ വർഷങ്ങളോളമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കോടതി ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷം സംസ്ഥാനത്ത് ഉടനീളം പോലീസ് അന്വേഷണം നടത്തി. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അടക്കം എല്ലാ ജില്ലയിലും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. സമാനമായ മറ്റൊരു കേസും ഇയാൾക്കെതിരെ ഉണ്ട്. അതും തിരുവനന്തപുരം ജില്ലയിലാണ് അത്തരത്തിലുള്ള ഒരു കേസുള്ളത്. പക്ഷേ ഈ സംഭവങ്ങളിലൊന്നും തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. തമിഴ്നാട്ടിൽ അടക്കം ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെയാണ് ഇയാളെ കാസർഗോഡ് വെച്ച് പിടികൂടിയത്. നിലവിൽ ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്.